യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ദൈവവചനം ശ്രവിക്കുവാനും ദൈവനാമം എപ്പോഴും മഹത്വപ്പെടുവാനും അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇന്ന് കൈപിടിച്ച് ഉയർത്തിയതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ഒരു ദിവസം ദൈവത്തിൻ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കടന്നു ചെല്ലുന്ന എല്ലാ ഭവനത്തെയും, എല്ലാ വ്യക്തികളെയും ഈശോ തൻ്റെ അധികാരം ഉപയോഗിച്ച് അവിടെയുള്ള എല്ലാ തിന്മകളെയും, എല്ലാ പൈശാചിക ശക്തികളെയും ബന്ധിച്ച് ആ ഭവനത്തിൽ നിന്നും, ആ വ്യക്തികളിൽ നിന്നും പുറത്താക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5-ാം തിരുവചനം. അപ്പോൾ അപ്പൊസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് ധാരാളമായി സ്നേഹിക്കുന്ന സമയങ്ങളാണ് ഈ ദിവസങ്ങൾ. നമ്മൾ ഈശോയുടെ പാത പിന്തുടർന്നുകൊണ്ട് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ് പുണ്യദിനങ്ങളിലേക്ക് കടക്കുന്ന ഈ ദിവസങ്ങളിൽ ഈശോ നമ്മുടെ രക്ഷകനും നാഥനും ദൈവവുമാണെന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മൾക്ക് വിശ്വാസമുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമായി. കൂടെ നടന്ന ശിഷ്യന്മാർ പോലും ഈശോയോട് പറയുകയാണ്, ഞങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നീ സഹായിക്കണമെന്ന്. നമ്മൾക്കും ഇന്ന് ദൈവത്തോട്, ഈശോയോട് പ്രാർത്ഥിക്കേണ്ട പ്രധാന കാര്യമാണ്, ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. നിന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെന്ത് അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ കൂടെ നടക്കുന്ന, ഞങ്ങളിൽ തന്നെ വസിക്കുന്ന യേശുക്രിസ്തുവിനെ ദൈവമായി, രാജാവായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തു വിചാരിച്ചാൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പ്രവൃത്തിയിലൂടെ നീ എൻ്റെ ശിഷ്യനാണെന്ന് ലോകത്തോട് കാണിക്കണം. നമ്മുടെ അധരം കൊണ്ട് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കണം. നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹായിക്കണം. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സഹായത്താൽ, യേശു നിങ്ങളുടെ ഒപ്പം നടക്കുന്നതിനാൽ, യേശു നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം നിങ്ങളുടെ നാവിലൂടെയും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ, നിങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ. യേശു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ നാഥനായി, രാജാവായി കടന്നു വരട്ടെ. ഇന്നലെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുരുത്തോലകളെപ്പോലെ ഈശോയ്ക്ക് ജയ് വിളിക്കുവാൻ വേണ്ടി നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ കാട്ടിക്കൊടുത്ത കുരുത്തോലകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പോലെ ഈശോയെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ആ യേശുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ ആ യേശുവിൻ്റെ ഒപ്പമാണ് നടക്കുന്നത്, യാത്ര ചെയ്യുന്നതെന്ന് വിശ്വാസത്തോടെ ലോകത്തോട് പറയാം, ലോകത്തിന് കാണിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.